കേരളത്തിൽ മാത്രമല്ല ഭരണം മാറിയത്, പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ഭരണം മാറി. ഇവിടെ പശ്ചിമ ബംഗാളിൽ BJP ആണ് അധികാരത്തിൽ വന്നത്, കേരളത്തിൽ കോൺഗ്രസും. പക്ഷെ രണ്ടിടത്തും ഈ PM ശ്രീയുടെ കാര്യത്തിൽ ഒരേ നിലപാട് സ്വീകരിക്കുകയാണ് ഭരണം മാറുമ്പോൾ. തീർച്ചയായും അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് കേരളത്തിൽ 30 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്നാണ്. ഇപ്പം 3 സീറ്റാണ് BJPക്ക് ഉള്ളത്. 3 സീറ്റ് കിട്ടി കേരളം BJP ഭരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 75 ദിവസമായിട്ട് നമ്മൾ കാണുകയാണ്. ഈ 75 ദിവസത്തിനുള്ളിൽ BJPയുടെ സംസ്ഥാന നേതാക്കന്മാരെ ഒരാൾ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയോ ഗവൺമെന്റിനെയോ വിമർശിച്ചിട്ടില്ല. തിരിച്ചും ഉണ്ടായിട്ടില്ല. കേന്ദ്രത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന, BJPക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും ചെയ്യില്ല, ഒരു തരത്തിലും കേന്ദ്രത്തെ വിമർശിക്കില്ല എന്ന് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആവർത്തിക്കുന്നത് നമ്മൾ കാണുകയാണ്. എന്തായിരുന്നു ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതിൽ നിന്ന് ഒപ്പിട്ടല്ലോ, പിന്മാറാൻ കഴിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ 8/5/2026 തന്നെ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി സഞ്ജയ് കുമാർ, വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ സംസ്ഥാന ഗവൺമെന്റിന് കത്തയച്ചു. LDF ഗവൺമെന്റ് ഒപ്പിട്ടു, പക്ഷെ മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് വരുമ്പോഴേക്കും ഇതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. സുപ്രീം കോടതിയിൽ സമാനമായിട്ടുള്ള ഒരു കേസിൽ കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റ് ഫയൽ ചെയ്തു. കേരളം ഒപ്പിട്ടു, പക്ഷെ മുന്നോട്ട് പോയില്ല. ഇപ്പൊ PM ശ്രീ പദ്ധതിയിൽ കേരളത്തിലെ ഗവൺമെന്റ് ഇല്ല എന്ന് സുപ്രീം കോടതിയിലാണ് അഫിഡവിറ്റ് ഫയൽ ചെയ്തത്. ഇപ്പോ ജബി മേത്തർ MP ചോദ്യം ചോദിച്ചപ്പോൾ പാർലമെന്റിൽ കിട്ടിയ മറുപടി നമ്മൾ കണ്ടു. കേരളവും തമിഴ്നാടും ഈ പദ്ധതിയിലില്ല എന്ന് പറഞ്ഞുള്ള മറുപടിയും നമ്മൾ കിട്ടി. അപ്പോൾ ഒപ്പിട്ടു എന്നുള്ളതും 20-ാം ദിവസം അതിൽ നിന്ന് പിന്മാറി എന്നുള്ളതും അതിന്റെ ഭാഗമായിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ മാസങ്ങളായി നമ്മൾ ചർച്ച നടത്തിയതാണ്. അന്ന് കോൺഗ്രസ് എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? ഇത് കൃത്യമായിട്ടുള്ള BJP ആയിട്ടുള്ള ഡീലാണ്, കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പിൻവാതിൽ ഇടപെടലാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം അങ്ങ് തട്ടിക്കളയും, PM ശ്രീയെ ഞങ്ങൾ അറബിക്കടലിൽ തള്ളും, ചവിറ്റുകൊട്ടയിൽ തള്ളും എന്ന് പറഞ്ഞ് എത്ര വലിയ ആക്രോശങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൽ ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട് നേതാക്കന്മാരെല്ലാം, KC വേണുഗോപാൽ അടക്കം, അതുപോലെ തന്നെ VD സതീശൻ അടക്കം, KM ഷാജി, കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, ശംസുദ്ദീൻ അടക്കം നടത്തിയ പ്രസ്താവനകൾ ഓരോന്നായി നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇത് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഇടതുപക്ഷമാണല്ലോ, ഇടതുപക്ഷ സർക്കാരാണല്ലോ. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? കേരളത്തിൽ PM ശ്രീ നടപ്പാക്കണോ, നടപ്പാക്കണ്ടേ? ഞങ്ങളുടെ നിലപാട് കൃത്യം വ്യക്തമായി എന്നേ ഞങ്ങൾ പറഞ്ഞു. അന്ന് SSA ഫണ്ട് കിട്ടാൻ വേണ്ടി ഒപ്പിടേണ്ടി വന്നു. പക്ഷെ കേരളത്തിന്റെ ഒരു പൊതു സാഹചര്യം അനുസരിച്ച് അത് തുടർന്ന് കൊണ്ടുപോകേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. LDF-ലടക്കം കൂട്ടായിട്ടുള്ള ചർച്ചകളുടെ കുറവുണ്ടായി എന്ന് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലടക്കം ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞല്ലോ. കൃത്യമായി ആ റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് 20-ാം ദിവസം അത് ക്യാപ്റ്റൻ അബൈൻസിൽ വയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഈ പദ്ധതി കേരളത്തിൽ വേണ്ട. ഞങ്ങൾ ഒപ്പിട്ടത് SSA ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ ചെറിയ നോമിനായിട്ടുള്ള ഫണ്ടാണ് SSA ഫണ്ട് കിട്ടിയത്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയാ പൈസ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയില്ല. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയില്ല. PM ശ്രീയിൽ ഒപ്പിടുമ്പോൾ ചെയ്യേണ്ട മറ്റു നിബന്ധനകളൊന്നും നമ്മൾ ചെയ്തില്ല. അതുകൊണ്ട് ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് പിന്മാറുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കൃത്യമായി പറഞ്ഞാൽ 12/11/2025 തന്നെ പിന്മാറിയതാണ്. അന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തവർ അധികാരത്തിൽ വന്നപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ആര്യ, ഇവിടെ എന്തിനാ UDF ഉപസമിതിയെ വെച്ചത്? UDF ഉപസമിതി വെച്ചത് LDF ഒപ്പിട്ടു. ആ ഒപ്പിട്ട് മുന്നോട്ട് പോകുന്ന കരാറിൽ നിന്ന് പിന്മാറാനുള്ള സാഹചര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉപസമിതിയെ വെച്ചത്, അല്ലാതെ മറ്റൊരു കാര്യത്തിനുമല്ല എന്ന് വിശദീകരിച്ചു ലീഗിന്റെ നേതാക്കന്മാർ. എങ്ങനെ പിന്മാറാം എന്നതിനെ കുറിച്ച് പഠിക്കാൻ. അങ്ങനെ ആ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നോ? ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ നയരൂപീകരണ സമിതിയായ UDF-ന്റെ ഉന്നതാധികാര സമിതി ഇന്നലെ യോഗം ചേർന്ന് PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അതിന്റെ കൺവീനർ പത്രസമ്മേളനം നടത്തി ജനങ്ങളെ അറിയിക്കുന്നു. എന്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്ത് പുതിയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് UDF അത്തരത്തിലൊരു തീരുമാനമെടുത്തത്?